പാലക്കാടിന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ഇ ശ്രീധരൻ അവർകൾ നരേന്ദ്രമോദിജിക്ക് ആദരവ് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിജിക്ക് നമ്മുടെ പാലക്കാടിന്റെ ഉപഹാരമായി നൽകുന്നത്, ഇവിടെ ഈ വേദിയിൽ നമ്മുടെ ഉപഹാരമായി നൽകുന്നത് പാലക്കാടുള്ളവർക്കറിയാം, നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ കൽപ്പാത്തി തേരിന്റെ മാതൃകയാണ്. കൽപ്പാത്തി തേരിന്റെ മാതൃക കാശിയിൽ പാതി കൽപ്പാത്തി എന്ന പേരിൽ കാശിയുടെ നായകനായി നരേന്ദ്രമോദിജി കൽപ്പാത്തി ഉൾപ്പെടുന്ന പാലക്കാട് എത്തുമ്പോൾ എങ്ങനെയാണോ കാശി നരേന്ദ്രമോദിജിയോടുകൂടി ഇഴുകിച്ചേർന്നത്, അതേപോലെ കൽപ്പാത്തി ഉൾപ്പെടുന്ന പാലക്കാട് നരേന്ദ്രമോദിജിക്കും ഈ ശ്രീധരജിക്കും ഒപ്പം ഇനിയുള്ള നാളുകളിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഈ പ്രതീകം സൂചിപ്പിക്കുന്നു. അടുത്തതായി ഈ സമ്മേളന വേദിയിൽ നമ്മളെ അഭിസംബോധന ചെയ്യുന്നു ലോകപ്രശസ്തനായ മെട്രോമാൻ, നമ്മുടെ പാലക്കാടിന്റെ സ്ഥാനാർത്ഥി. എങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ ദേവലോകത്തിൽ നിന്ന് ഭഗീരഥൻ ഗംഗയെ നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, അതുപോലെ ഭഗീരഥ പ്രവർത്തനത്തിലൂടെ അസാധ്യമായതിനെ മുഴുവൻ സാധ്യമാക്കിയ ശ്രീ ശ്രീധരൻജി നമ്മളെ അഭിസംബോധന ചെയ്യുന്നു. ആദ്യമായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന സഹസ്ര ആധാർക്കുടെ പേരിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഞാൻ സ്വാഗതം പറയുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പാലക്കാട്ടിൽ നിന്നും പരിസരത്തുമുള്ള NDA സ്ഥാനാർത്ഥികളെ സഹായിക്കാനും പ്രോത്സാഹിക്കാനും വേണ്ടി വന്നിരിക്കുന്നതിൽ ഞാൻ നന്ദി പ്രകടിപ്പിച്ചുകൊള്ളുന്നു. Sir, it is more than 65 years since Aikya Kerala was formed. For the last 65 years, the left and the right governments were ruling Kerala. What developments, what progress has been achieved for Kerala can be easily seen. As far as Palghat is concerned, the only progress we see is the IIT and the sub-projects taken under Amrit scheme. Therefore, immediately I was nominated as the representative, as a candidate to represent Palakkad constituency. What I did was to prepare a master plan for development of Palghat. Exactly the practice and the vision that you have shown to us. The salient features of this master plan are drinking water supplied 24 hours a day, enough water for our agriculture, a very efficient solid state management scheme for the city. I also have a vision to have a green cover for this area because it's the hottest part of Kerala by planting 25 lakh trees in the next 5 years. We have also taken up a number of development schemes in this area. Sir, your visit has been an inspiration to us, and a guidance from you will be very helpful to us. നിങ്ങളുടെ എല്ലാം അഭിലാഷങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വയ്ക്കുന്നതാണ്. എനിക്ക് നല്ല തീർച്ചയുണ്ട് അദ്ദേഹം നമ്മളുടെ ആശകളും ആഗ്രഹങ്ങളും നിവർത്തിത്തരും. Sir, I promise you
with the NDA, will come to power and we will change the face of Kerala under your leadership and the guidance. ഇത്രയും പറഞ്ഞ് ഞാൻ നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി ശ്രീധരൻ സാർ. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്തത് നമ്മളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശ്വ നേതാവായിട്ടുള്ള ലോകാരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആദരണീയ ശ്രീ നരേന്ദ്രമോദിജിയെ ഈ സമ്മേളനം അഭിസംബോധന ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നരേന്ദ്രമോദിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവർകളെയും ക്ഷണിക്കുന്നു. भारत माता की, भारत माता की. Sisters and brothers of Kerala, I am delighted to be in Palakkad and address my first rally in the state from here. The people of Palakkad have had a close bond with our party. Today, I have come among you to seek your blessings for the BJP in the upcoming state elections. I have come to you with a vision that is refreshingly different from the current situation in Kerala. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കേറെ സന്തോഷമുണ്ട്. ഈ പാലക്കാട് ഈ സംസ്ഥാനത്തെ ആദ്യത്തെ റാലി ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്യാനായിട്ട്. പാലക്കാട് ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ഏറെ അടുപ്പമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ഞാനിന്ന് കേരളത്തിൻ്റെ നിലവിലുള്ള സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സങ്കല്പം, ഒരാശയം, ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. Friends, over the last few years, the politics of Kerala is seeing a major shift. This shift is being driven by the aspiration of the youth, especially the first-time voter in the state. The first-time voter of Kerala is disappointed with LDF and UDF. For many years, the worst-kept secret of Kerala politics was the friendly agreement of UDF and LDF. Now, the first time voter of Kerala is asking, what is this match fixing? 5 years, one loots, 5 years, the other loots. People are seeing how UDF and LDF misled people. In West Bengal, Congress and left are one. Congress and left were partners in UPA 1 in Delhi. The left continue to give issue-based support to UPA 2, but
here in Kerala, during the election, they put allegations. And after coming to power, they never act on it. Their behind the scene games are now exposed. About UDF and LDF, the youth of Kerala is saying different name, working same, but have their marked areas for making money. UDF has not even spared the rays of the sun. About LDF, it can be said, Judas betrayed Lord Christ for a few pieces of silver. LDF has betrayed Kerala for a few pieces of gold. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയം വലിയൊരു മാറ്റത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം ഈ കേരളത്തിലെ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവരുടെ, യുവാക്കളുടെ അഭിലാഷങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവർ അവർ നിരാശരാണ്. ഈ UDFിൻ്റെയും LDFിൻ്റെയും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിലെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് LDFും UDFും തമ്മിലുള്ള സൗഹൃദം. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ഈ കേരളത്തിലെ ചെറുപ്പക്കാർ ചോദിക്കുകയാണ്, ഈ ഒത്തുകളി എന്താണ്? എന്താണ് ഇതിന് അടിസ്ഥാനം? 5 വർഷം ഒരു കൂട്ടർ കൊള്ളയടിക്കുന്നു, അടുത്ത 5 വർഷം വേറൊരു കൂട്ടർ കൊള്ളയടിക്കുന്നു. എങ്ങനെ LDFും UDFും ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒറ്റക്കെട്ടാണ്. UPA ഒന്നാം സർക്കാരിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഘടകകക്ഷികളായിരുന്നു. രണ്ടാം UPAയിൽ കോൺഗ്രസ് സർക്കാരിന് ഇടതുപക്ഷം പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകി. പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ആരോപണങ്ങളിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ അണിയറക്കു പിറകിൽ നടക്കുന്ന ഈ നാടകങ്ങൾ ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ യുവാക്കൾ UDFിനെയും LDFിനെ കുറിച്ച് പറയുന്നത് ഒരേ പേരുകൾ, വ്യത്യസ്ത പേരുകൾ, ഒരേ തരത്തിലുള്ള പ്രവൃത്തികൾ. അവർക്ക് രണ്ടു കൂട്ടർക്കും പണമുണ്ടാക്കാനുള്ള അവരുടേതായിട്ടുള്ള മാർഗങ്ങളുണ്ട്. UDFുകാർ സൂര്യന്റെ രശ്മികളെ പോലും വെറുതെ വിട്ടില്ല, അതുപോലും പണമുണ്ടാക്കാൻ വഴിയാക്കി. ഇടതുപക്ഷക്കാരെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിനെ കുറിച്ചുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. യൂദാസ് ഏതാനും വെള്ളിക്കാശിന് വേണ്ടിയിട്ട് യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത സംഭവം. കേരളത്തെ ഏതാനും സ്വർണ്ണ നാണയങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വർണ്ണക്കട്ടികൾക്ക് വേണ്ടിയിട്ട് LDFുകാർ ഒറ്റുകൊടുത്തു. ഇതാണ് ഇവർ രണ്ടുപേരുടെയും സ്ഥിതി. Friends, the politics of our nation has been affected by 5 diseases. They are corruption, casteism, communalism, cronyism, and when I say cronyism, which includes nepotism and dynasty politics. And 5th, criminalization. And the root cause of this disease is the super disease
of vote bank politics. UDF and LDF are masters at such vote bank politics. The young and first-time voter of Kerala is seeing how both alliances are bowing to regressive elements of society. It is clear the UDF and LDF have two aims: further vote bank politics, fill pockets. This comfortable agreement is all set to be rejected. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ രംഗം 5 ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. 1 അഴിമതി, 2 ജാതീയത, 3 വർഗീയത, 4 സ്വജനപക്ഷപാതം. ഞാൻ സ്വജനപക്ഷപാതം എന്ന് പറയുമ്പോൾ അതിൽ കുടുംബാധിപത്യം ഉൾപ്പെടെയുള്ള സ്വജനപക്ഷപാതം. 5 ക്രിമിനൽ വൽക്കരണം. ഈ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, അതിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. UDFും LDFും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലെ രാജാക്കന്മാരാണ്, മുടിചൂട മന്നന്മാരായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഈ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകൾ അവര് എങ്ങനെ ഈ 2 മുന്നണികളും പിന്തിരിപ്പൻ ശക്തികൾക്ക് കീഴടങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും, LDFനും UDFനും 2 ലക്ഷ്യങ്ങളാണുള്ളത്. 1 വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക, ഫലപ്രദമാക്കുക. 2 സ്വന്തം കീശ വീർപ്പിക്കുക. ഈ ഒരു പരസ്പര ധാരണ, ഈ ഒത്തുകളി, ഇത് തള്ളിക്കളയേണ്ട സമയം ആ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. Friends, the BJP's vision for Kerala is forward-looking and aspirational. That is why the youth of the state, the professional communities across the state are openly supporting BJP. Across India too, this trend is being seen. People from all walks of life are able to connect with the BJP's vision for India's growth. Take the example of your candidate, Metro Man Sridharanji. Everyone wants well-educated people to enter politics. But thanks to Metro Man Sridharanji, I am seeing something for the first time. A man who achieved so much in life, a man who has done excellent work to make India modern and improve connectivity, a man who is admired by all sections of society. He is a proud son of Kerala. He had devoted himself for Kerala's progress. If he wanted only power, he could have got it even 20 years ago. Yet, as a true son of Kerala, he thought beyond power. He knew he would be attacked, but he stayed firm on his commitment to Kerala. He is an inspiration for all, especially for professionals. I want to tell the people of Kerala, in BJP, you have a party that ensures growth based on Sabka Saath, Sabka Vikas, Sabka Vishwas.
In BJP, you have a party whose focus is to improve your ease of living. സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി വിഭാവനം ചെയ്യുന്നത് പുരോഗമനപരമായിട്ടുള്ള കേരളത്തിലെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരാശയമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെടുന്ന പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആകർഷകരാകുന്നത്. ഇന്ത്യ മുഴുവനും ഇതേ ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കേരളത്തിലെ പ്രൊഫഷണലുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ പരസ്യമായിട്ട് പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പങ്കുവെച്ചുകൊണ്ട് ഒരുമിച്ച് വരികയാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സാധാരണ എല്ലാവരും പറയാറുണ്ട്, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം. പക്ഷേ മെട്രോമാൻ ശ്രീധരൻ, അദ്ദേഹത്തിൻ്റെ ഈ മത്സരിക്കാനുള്ള തീരുമാനം, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള തീരുമാനം ആദ്യമായിട്ട് ഈ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിൻ്റെ സൂചനകൾ നൽകുകയാണ്. ജീവിതത്തിൽ എല്ലാം നേടിയ ഒരു മനുഷ്യൻ, ഇന്ത്യയെ ആധുനികവൽക്കരിക്കുന്നതിൽ, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ അത്യുത്കൃഷ്ടമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള വ്യക്തി, സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അവരെല്ലാവരും ആദരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം കേരളത്തിന് അഭിമാനിയായിട്ടുള്ള മകനാണ്. അദ്ദേഹത്തിന് അധികാരമാണ് വേണ്ടിയിരുന്നതെങ്കിൽ 20 വർഷങ്ങൾക്ക് മുൻപേ അത് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം യഥാർത്ഥത്തിലുള്ള കേരളത്തിൻ്റെ യഥാർത്ഥ പുത്രൻ എന്നുള്ള നിലയിൽ അധികാരത്തിനപ്പുറത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. ഈ തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട് അക്രമങ്ങൾ ഉണ്ടാകും, അദ്ദേഹത്തെ വിവിധ തരത്തിൽ അവഹേളിക്കാനുള്ള ശ്രമമുണ്ടാകും. പക്ഷേ അദ്ദേഹം കേരളത്തിനോടുള്ള പ്രതിബദ്ധത, ആ പ്രതിബദ്ധതയിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉത്സാഹവും ആവേശവും നൽകുന്ന വ്യക്തിത്വമാണ്, പ്രത്യേകിച്ച് പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾക്ക്. എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതാ ഭാരതീയ ജനതാ പാർട്ടി, ഈ പാർട്ടി വികസനത്തിന് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയാണ്. എല്ലാവരോടുമൊപ്പം, എല്ലാവർക്കും വികസനം, എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള വികസനം. ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ ലക്ഷ്യം നമ്മുടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ കൂടുതൽ സുഖകരമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. Friends, the high number of roadblocks by UDF and LDF has made the speed of development slower. That is why the time has come for fast development in Kerala, which BJP promises. By fast, what I mean is, F for fisheries and fertilizers, A for agriculture and Ayurveda, S for skill development and social justice, T for tourism and technology. Friends, one of the earliest
decisions of our government after re-election in 2019 was to create a separate ministry for fisheries. The aim was to ensure holistic development of the fisheries sector. The hard-working fishermen of India have had enough of words and assurance. They want concrete action that improves their lives. Our government has improved the sector by integrating it with latest technology and more credit avenues. Fishermen have access to Kisan credit cards. The government is working on upgrading boats and harbor facilities. We will also address your problems relating to the fertilizer sector. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ വികസനത്തിന്റെ പാതയിൽ, ആ പാതയിൽ വേഗതയാർന്ന വികസനത്തിന്റെ പാതയിൽ, ആ പാതയിൽ ഇടതുപക്ഷവും UDF-ഉം നിരവധി തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ വികസനം വേഗതയിലാക്കാൻ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞത് വേഗതയാർന്ന വികസനം, ഫാസ്റ്റ് ഡെവലപ്മെന്റ്, FAST, ഫാസ്റ്റ് എന്നാണ് വാക്ക്. ഫാസ്റ്റിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു. ഫാസ്റ്റിലെ ആദ്യത്തെ അക്ഷരം F എന്ന് പറഞ്ഞാൽ ഫിഷറീസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, മത്സ്യബന്ധന മേഖലയും രാസവള മേഖലയും. ഫാസ്റ്റിലെ രണ്ടാമത്തെ അക്ഷരം A എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് ആയുർവേദ, കാർഷിക മേഖലയും ആയുർവേദവും. ഫാസ്റ്റിലെ മൂന്നാമത്തെ അക്ഷരം S എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, നൈപുണ്യ വികസനവും സാമൂഹ്യ നീതിയും. ഫാസ്റ്റിലെ അവസാനത്തെ അക്ഷരം T എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ടൂറിസവും ടെക്നോളജിയും വിനോദസഞ്ചാര മേഖലയും സാങ്കേതിക വിദ്യയും. അതായത് മത്സ്യബന്ധന മേഖലയും രാസവളങ്ങളും കാർഷിക മേഖലയും ആയുർവേദവും നൈപുണ്യ വികസനവും സാമൂഹ്യനീതിയും വിനോദസഞ്ചാര മേഖലയും സാങ്കേതിക വിദ്യയും. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം. അതാണ് വികസനത്തിന്റെ അടിസ്ഥാനം. സുഹൃത്തുക്കളെ, ഈ കേന്ദ്രത്തിൽ NDA സർക്കാർ 2019 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് മത്സ്യബന്ധന മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ്, പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. ഈ മത്സ്യബന്ധന മേഖലയുടെ സമഗ്രമായിട്ടുള്ള വികസനം, ആ സമഗ്രമായിട്ടുള്ള വികസനമായിരുന്നു ലക്ഷ്യം. നമ്മുടെ നാട്ടിലെ കഠിനാധ്വാനികളായിട്ടുള്ള മത്സ്യബന്ധന മേഖലയിലെ പ്രവർത്തകർ, അവർക്ക് പലതവണ പലതരത്തിലുള്ള ഉറപ്പുകൾ, വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യം നടപടികളാണ്. നമ്മുടെ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ സാങ്കേതിക വിദ്യയെ, അതോടൊപ്പം വായ്പാ സൗകര്യങ്ങളെ, അത് രണ്ടും ഈ മേഖലയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിലെ വായ്പാ സൗകര്യം, ആ വായ്പാ സൗകര്യത്തിന് കൃഷിക്കാർക്ക് അർഹതയുണ്ട് എന്ന് സർക്കാർ തീരുമാനിച്ചു. നമ്മുടെ തുറമുഖങ്ങളും അതുപോലെ മത്സ്യബന്ധന യാനങ്ങളും അതിലൊക്കെയുള്ള സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാസവള മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതോടൊപ്പം നടക്കുകയാണ്. Friends, agriculture is dominant in Palakkad. The fruits and vegetables produced here are widely known. Our government is undertaking many steps for the growth of agriculture and the welfare of farmers.
government's promised MSP hike, but it was our government that had the honor of raising the MSP for farmers. Over 11 crore farmers have got monetary support thanks to PM Kisan Samman scheme. Value addition is key to agricultural growth. That is why we are devoting immense importance of the food processing sector. The government's Kisan Rail initiative has gone a long way in ensuring agriculture produce from one state can reach another. Building on these efforts, we want to serve our farmers even more. We want to make Ayurveda a global force, offering a unique way of healing and wellness. സുഹൃത്തുക്കളെ, പാലക്കാട് കർഷകരുടെ നാടാണ്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്തെ പഴങ്ങളും പച്ചക്കറികളും അതിൻ്റെ പെരുമ നാടെമ്പാടുമുണ്ട്. കേന്ദ്ര സർക്കാർ ഈ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതോടൊപ്പം കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിരവധി നടപടികളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈക്കൊണ്ടിട്ടുള്ളത്. പല സർക്കാരുകളും കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉറപ്പുകൾ പലതവണ നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാരാണ് ആ താങ്ങുവില വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള നടപടിയെടുക്കാനുള്ള അതിനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. 11 കോടി കർഷകർക്ക് PM കിസാൻ സമ്മാൻ നിധിയിൽ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. കാർഷിക മേഖലയുടെ വളർച്ചയുടെ അടിസ്ഥാനം കാർഷിക മേഖലയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതിൻ്റെ മൂല്യവർദ്ധനവിലൂടെയാണ്. അതുകൊണ്ടാണ് ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കിസാൻ റെയിൽ, ആ കിസാൻ റെയിൽ ഇന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പുവരുത്താൻ, കൂടുതൽ പ്രയോജനം ഉറപ്പുവരുത്താൻ അതിനുവേണ്ടി